അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വിവിധങ്ങളായ രോഗങ്ങൾ, ആ രോഗങ്ങളുടെ അടിസ്ഥാന കാരണം, അത്തരം പ്രശ്നങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു തന്ന പ്രതിവിധികൾ, ഇതൊക്കെയാണ് നിങ്ങൾ കഴിഞ്ഞയാഴ്ച കേട്ടത്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധികളിലും ആപൽഘട്ടങ്ങളിലും അവന് ആശങ്കയോടെ ഇരുട്ടിൽ തപ്പേണ്ട ഗതികേട് വരികയില്ല. എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നാട്ടിലായാലും വീട്ടിലായാലും സ്വന്തം ശരീരത്തിലായാലും വന്നുഭവിച്ചാൽ അവനെ കൈപ്പിടിച്ചുയർത്താനും അവന് ദിശാബോധം നൽകാനും അവന് വെളിച്ചവും വഴിയും കാണിച്ചു കൊടുക്കാനും പരിശുദ്ധ ഇസ്ലാം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധ ദീനിന്റെ വിലപ്പെട്ട സംഭാവനകൾ എല്ലാ മേഖലയിലും വളരെ വ്യക്തമായി വിശ്വാസിക്ക് കാണാൻ സാധിക്കുന്നതാണ്. എത്രത്തോളം വർത്തമാനകാലത്ത് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോ വൈദ്യശാസ്ത്രത്തിന്റെ ആളുകൾ പറയുന്നു, അതിന്റെ പ്രതിവിധി എന്താണെന്ന് ഇതുവരെ കണ്ടിട്ടില്ല, അന്വേഷിച്ചു നോക്കാം. ഏത് രോഗങ്ങളാണെങ്കിലും അതിന് പ്രതിവിധിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. വൈദ്യശാസ്ത്രം കൈമലർത്തുമ്പോ വിശ്വാസി അവിടെ പരിഭ്രമിക്കുകയില്ല. കാരണം എന്തുകൊണ്ട്? അവന്റെ നേതാവ് ആ വിഷയകമായും അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗങ്ങൾക്കും പ്രതിരോധ മാർഗമുണ്ട്. പക്ഷേ ചില രോഗങ്ങൾക്കുള്ള പ്രതിരോധ മാർഗം, മരുന്നുകൾ നാം കണ്ടെത്തിയിട്ടില്ല എന്നു മാത്രം. എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. ഫഇദാ ഉസീബ ദവാഉദ് ദാഇ ബറഅ ബിഇദ്നില്ലാഹി തആല. രോഗത്തിന് യോജിച്ച മരുന്ന് എത്തിക്കഴിഞ്ഞാൽ ബറഅ ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ അനുവാദത്തോടുകൂടെ തന്നെ ശമനം കിട്ടും. പക്ഷെ ആ രോഗത്തിന്റെ മരുന്ന് കണ്ടെത്തണം, അത് സേവിക്കണമെന്നു മാത്രം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മഹാനായ ഉസാമത്ത് ബിനു ശരീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പുന്നാര നബിയോടുകൂടെ ഇരിക്കുമ്പോൾ, ആ തിരുസദസ്സിലിരിക്കുമ്പോൾ ഒരു പറ്റം ഗ്രാമീണരായ അഅറാബികളായ സഹോദരന്മാർ അവിടെ വന്നെത്തി. സാധാരണ നബിയുടെ മുന്നിൽ ഗ്രാമീണരായ വിശ്വാസികൾ വരുമ്പോ മറ്റു സ്വഹാബികൾക്ക് വലിയ സന്തോഷമാണ്. മാന്യന്മാരായ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമാ പോലത്തെ സഹാബികൾക്ക് ഗ്രാമീണരായ വേണ്ടത്ര സംസ്കാരമില്ലാത്ത കാടന്മാരായ ആളുകൾ നബിയുടെ മുന്നിൽ വരുന്നത് വലിയ സന്തോഷം. എന്താ കാരണം? അവരങ്ങനെ മാന്യതയൊന്നും നോക്കാതെ, ബഹുമാനമൊന്നും നോക്കാതെ അങ്ങോട്ട് വെട്ടി തുറന്ന് ചോദിക്കും. ഈ അടുത്ത സ്വഹാബത്തിനൊക്കെ പലതും ചോദിക്കണം, അറിയണമെന്നുണ്ടെങ്കിലും പലതും അവിടത്തോടുള്ള ബഹുമാനത്തിന്റെ കാരണത്താൽ എല്ലാം തുറന്ന് ചോദിക്കാൻ അവർക്ക് പ്രയാസമാണ്. മാത്രമല്ല, ഇസ്രായേലർ മൂസാ നബി അലൈഹിസ്സലാമിനോട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ചോദിച്ചിട്ട് കനത്ത നിയമങ്ങൾ അവരുടെ തലക്കുമീതെ അള്ളാഹു കൊണ്ടുവന്ന ചരിത്രവും ഈ സ്വഹാബികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളതും ഇല്ലാത്തതും, ആവശ്യമുള്ളത് പറഞ്ഞു തരുമല്ലോ. എന്താണ് ആവശ്യമുള്ളതെങ്കിൽ അത് പഠിപ്പിക്കുമല്ലോ പ്രവാചകൻ. പിന്നെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഓരോന്നായി എണ്ണി ചോദിച്ചാൽ അത് അപമര്യാദയാകാനും, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി, അള്ളാന്റെയും റസൂലിന്റെയും മുന്നിൽ നിങ്ങൾ ഒരുപാട് കാര്യം കൊണ്ടുപോയി ഇട്ടു കൊടുക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവിടെ നിന്ന് കിട്ടും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാർ പറഞ്ഞു, അനാവശ്യ സംസാരം, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ നബിയുടെ മുന്നിൽ വെച്ചൊരിക്കലും ഭൂഷണമല്ല, അത് പാടുള്ള കാര്യമല്ല. ഇതൊക്കെ പഠിച്ച അടുത്ത സ്വഹാബികൾക്ക് എല്ലാം അങ്ങോട്ട് വിട്ടു തുറന്ന് ചോദിക്കാൻ കുറച്ച് പ്രയാസം. അപ്പോഴാണ് ഈ കാടൻ ഭാഗങ്ങളിൽ മലക്കുമുകളിലൊക്കെ താമസിക്കുന്ന അഅറാബികൾ, ഗ്രാമീണരായ മുസ്ലിമീങ്ങൾ തിരുസന്നിധിയിൽ വരുമ്പോ തന്നെ വലിയ സന്തോഷമാണ്. കാരണം ഇവർ എന്തൊക്കെയാ ചോദിക്കുക, ചിലപ്പോ വളരെ രസമുള്ള ചോദ്യം ചോദിക്കും, നല്ല ഹരമുള്ള മറുപടിയും വരും. അപ്പൊ ഇത് ചെലവില്ലാതെ ആസ്വദിക്കാൻ പറ്റുമല്ലോ എന്ന് എഴുതിയിട്ട് ഈ സ്വഹാബികൾക്ക് വലിയ സന്തോഷം.
ഉസാമത്ത് ബിനു ശരീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ തിരുസന്നിധിയിലിരിക്കവേ ഒരു കൂട്ടം ഗ്രാമീണരായ വിശ്വാസികൾ അവിടെ വന്നിട്ട് ചോദിച്ചു, നബിയേ, ഞങ്ങൾ മരുന്ന് കഴിക്കണോ? ഞങ്ങൾക്ക് രോഗം വെച്ചത് അല്ലാഹുവല്ലേ വിധിച്ചത്? ആ വിധിയെ ചോദ്യം ചെയ്യാനല്ലേ വാസ്തവത്തിൽ മരുന്ന് കഴിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ മരുന്ന് കഴിക്കണോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം യാ ഇബാദല്ലാഹ് തദാവൂ. നഅം യാ ഇബാദല്ലാഹ്, തീർച്ചയായിട്ടും നിങ്ങൾ മരുന്ന് കഴിക്കണം അല്ലാഹുവിന്റെ അടിമകളെ. കാരണം ഫഇന്നല്ലാഹ ലം യളഅദാൻ ഇല്ലാ വളഅ ലഹു ശിഫാആ. അല്ലാഹു ഏതൊരു രോഗം വിധിച്ചിട്ടുണ്ടെങ്കിലും, ഈ ഭൂമിയിലേക്ക് ഏതൊരു വൈറസിനെ അയച്ചിട്ടുണ്ടെങ്കിലും, ഏതൊരു പുതിയ രോഗമാണെങ്കിലും ആ രോഗത്തിനുള്ള ശമനത്തിന്റെ മാർഗവും അതോടുകൂടെ തന്നെ അല്ലാഹു ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ശമനത്തിന്റെ മാർഗം നിങ്ങൾ അന്വേഷിക്കുകയും തേടി പിടിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും വേണം. ഗൈറ ദാഇൻ വാഹിദിൻ, ഒരു രോഗം ഒഴിച്ച് ആ ഒരു രോഗത്തിന് മരുന്നില്ല. ഫഖാലു, അവർ ചോദിച്ചു, ആ ഒരു രോഗം ഏതാണ് നബിയെ, മരുന്നില്ലാത്ത രോഗം? ഫഖാല അൽ ഹറമു, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ, വാർദ്ധക്യ സഹജമായി ഉണ്ടാകുന്ന സന്ധിവേദനകൾ സ്ഥിരമായിട്ട് പൂർണ്ണമായിട്ട് അത് ഭേദാവൂല, ഉറപ്പാ. താൽക്കാലിക ശമനം, വേദന മാറിക്കിട്ടാൻ എന്തെങ്കിലും കഴിക്കാന്നല്ലാതെ അസ്ഥിക്ക് തേയ്മാനം വന്നു, അതുപോലെ തന്നെ ദഹന പ്രക്രിയയിലുള്ള വ്യതിയാനം, ക്ഷീണം, ചർമ്മത്തിലുള്ള ചുളിവുകൾ, വാർദ്ധക്യ സഹജമായ കുഴപ്പങ്ങൾ, അതിന് മരുന്നില്ല, അത് ഭേദമാവുകയില്ല. അതല്ലാത്ത സകലമാന രോഗങ്ങൾക്കും പ്രതിവിധിയും മരുന്നുമുണ്ട്. അതുകൊണ്ട് നിങ്ങളത് ഉപയോഗപ്പെടുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പഠിപ്പിച്ചതായി ഞാൻ കേട്ടു എന്ന് ഉസാമത്ത് ബിനു ശരീഖ് റളിയല്ലാഹു അൻഹു പറയാം. അതുകൊണ്ട് തന്നെ രോഗത്തിന്റെ മെഡിസിൻ കണ്ടെത്തുന്നതും ചികിത്സിക്കുന്നതും മുസ്ലിമിന് സുന്നത്താകുന്നു. സുന്നത്തായ പരിഭാവനമായ ഒരു കാര്യമാകുന്നു മെഡിസിൻ, മരുന്ന് കണ്ടെത്തലും ചികിത്സിക്കലും. മാത്രമല്ല, പകർച്ചവ്യാധികൾ തടയാൻ ഇന്ന് ഡോക്ടർമാർ പ്രധാനമായി പറയുന്നത് വൃത്തിയുടെ കാര്യമാണ്, ശുദ്ധിയുടെ കാര്യമാണ്. ഇപ്പോ പന്നിപ്പനി ഏതാണ്ട് ശമിച്ചു, അടുത്ത് ഉടനെ തന്നെ വരും പുതിയ ഒന്ന്. ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡോക്ടർമാർ പറയുന്നത് വൃത്തി വേണം, പരിസരവും ശരീരവും വീടും നഗരവും നാടുമെല്ലാം. എന്നാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ യാത്ര വൃത്തിയുടെ കാര്യം, ശുദ്ധിയുടെ കാര്യം പറഞ്ഞ മറ്റൊരു ദർശനം ലോകത്തില്ല തന്നെ. ഡോക്ടർമാർ പറഞ്ഞു, ഒരു ദിവസം മിനിമം 2 തവണയെങ്കിലും മിസ്വാക്ക് ചെയ്യണം, ബ്രഷ് ചെയ്യണം, വായ ക്ലീൻ ആക്കണം. ഒരു ദിനം 2 തവണയെങ്കിലും ബ്രഷ് ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്താ? ഒരു ദിവസം മിനിമം 5 തവണയെങ്കിലും ബ്രഷ് ചെയ്യണമെന്നാണ്. അല്ലേ? അത് നിർബന്ധമാക്കിയിട്ടില്ല എന്ന് മാത്രം. ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക് ഇൻദ കുല്ലി വുളൂ. എന്റെ ഉമ്മത്തിന്റെ പ്രയാസം ഓർത്തിട്ടാണ്, അവരുടെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ്. അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഞാൻ ഓർത്തിട്ടില്ലായിരുന്നുവെങ്കിൽ എല്ലാ വുളൂഇന്റെ കൂടെയും ഞാൻ ബ്രഷ് ചെയ്യൽ നിർബന്ധമാക്കി കൽപ്പിക്കുമായിരുന്നേനെ. എന്ന് വെച്ചാല് ബുദ്ധിമുട്ടില്ലാത്ത എല്ലാവരും പരമാവധി ഓരോ തവണ വുളൂ ചെയ്യുമ്പോഴും ബ്രഷ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് വളരെ മുഅക്കദായ സുന്നത്താകുന്നു എന്ന് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഫുഖഹാ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. 5 തവണ എങ്കിലും. അപ്പൊ 5 തവണ വുളൂഇന്റെ സമയത്ത് എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ എപ്പോഴും വുളൂ ചെയ്യുന്നില്ലെങ്കിലോ? ഇപ്പൊ ചിലപ്പോ മഗ്രിബിന് വേണ്ടി വുളൂ ചെയ്തത് ചിലപ്പോ ഇശാ സമയം വരെ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പൊ ഇശാ അതോടുകൂടി നിസ്കരിക്കാം. അല്ലെങ്കിൽ അസറിനെടുത്ത ആ ഒരു വുളൂ കൊണ്ട് മഗ്രിബ് നിസ്കരിക്കുക, അതൊക്കെ പറ്റുമല്ലോ. അപ്പോഴോ അതിന് നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞു. വേറൊരു റിപ്പോർട്ടിൽ, റിവായത്തിൽ കാണാം, ഇൻദ കുല്ലി സ്വലാഹ്, ഓരോ നമസ്കാരവുമായി ബന്ധപ്പെട്ടും ബ്രഷ് ചെയ്യണം. അപ്പോഴോ അപ്പൊ ഉറപ്പായല്ലോ, വുളൂ ഇല്ലെങ്കിലും വുളൂ 2 നമസ്കാരത്തിന് ഒരു വുളൂ എടുക്കുകയാണെങ്കിലും ഇൻദ കുല്ലി സ്വലാത്തിന് ഓരോ നമസ്കാരത്തിന്റെ അതിലേക്ക് പ്രവേശിക്കുമ്പോഴും ഞാൻ ബ്രഷ് ചെയ്യൽ
കൽപ്പിക്കുമായിരുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നുവെങ്കിൽ. അപ്പൊ ഉറപ്പാ 5 എണ്ണായി. പിന്നെ 3 വക്തുള്ള ആളുകൾക്ക് മാത്രമേ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ മിനിമം 5 വക്ത് നമസ്കാരങ്ങൾ, ആ വക്ത് നമസ്കാരങ്ങളോട് കൂടെയൊക്കെ വായ വൃത്തിയാക്കണം. അതിന്റെ രൂപവും ശൈലിയും വരെ ഇസ്ലാം പഠിപ്പിച്ചു. എങ്ങനെ? ഫുഖഹാ രേഖപ്പെടുത്ത എങ്ങനെ ഈ ബ്രഷ് ചലിപ്പിക്കേണ്ടത് വായയിൽ നിന്ന്. പല്ലുകളിൽ വീതിയിൽ ഉരക്കണം, നാവിൽ നീളത്തിലും വൃത്തിയാക്കണം. അങ്ങനെ അതിന്റെ അധ്യായം തന്നെ ബാബുൽ മിസ്വാക്, ബ്രഷ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യായം തന്നെ മഹത്തുക്കളായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത്രയും വിശദമായ പഠനം എല്ലാ മേഖലയിലും. അപ്പോ വായ വൃത്തിയാക്കുന്ന കാര്യം അതുപോലെ തന്നെ ഡോക്ടർമാർ പറയുന്നു, മിനിമം ഒരു ദിവസം 2 തവണയെങ്കിലും കുളിക്കണം. രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോ, അതുപോലെ തന്നെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ, യാത്ര അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുമ്പോഴും കുളിച്ചു വേണം കിടക്കാൻ. രോഗാണുക്കൾ ശരീരത്തിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാ നിലയിലും ആരോഗ്യ സംരക്ഷണത്തിന് കുളി ഒരു ദിവസം 2 തവണയെങ്കിലും നല്ലതാണ്. ഇസ്ലാം എന്താ പറയുന്നത്? എണ്ണം നോക്കാതെ നിന്റെ ശരീരം മലിനമാകുമ്പോഴെല്ലാം, നിന്റെ ശരീരം പകർച്ചയാകുമ്പോഴെല്ലാം എണ്ണം നോക്കാതെ കുളിക്കൽ സുന്നത്താണ്. വീട്ടിലേക്ക് കയറുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ, ഒരു സദസ്സിലേക്ക് പോകുമ്പോൾ, ജനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ, പള്ളിയിലേക്ക് പോകുമ്പോൾ എന്ന് വേണ്ട എല്ലാ മേഖലകളിലും വൃത്തി അനിവാര്യമാണെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. വലിയ അശുദ്ധിയുള്ള ആളുകൾക്ക് കുളി നിർബന്ധമാണ്. മാത്രല്ല, ശരീരം പകർച്ചയാകുമ്പോ, വിയർക്കുമ്പോ, ദുർഗന്ധമുണ്ടാകുമ്പോഴൊക്കെ കുളി സുന്നത്താണെന്ന് പഠിപ്പിച്ചു. മാത്രമല്ല, വസ്ത്രമാകുന്ന രക്ഷാ കവചത്തിന്റെ വെളിയിലുള്ള ഭാഗം മുസ്ലിം ഒരു ദിവസം മിനിമം 5 തവണ കഴുകുന്നു. ഇല്ലേ? വസ്ത്രം തട്ടാത്ത, വസ്ത്രമില്ലാത്ത ഭാഗങ്ങളിൽ വുളൂഇന്റെ സമയത്ത് 5 സമയങ്ങളിൽ മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റൽ മുഅക്കദായ സുന്നത്താണ്. അതാരും ചെയ്യലില്ല. വായിൽ വെള്ളം കൊപ്പിക്കും, വെറുതെ മൂക്കിൽ ഇങ്ങോട്ട് തൊടും. അതാ ഒരു ബാബാണ്. ഇൻഷാ അല്ലാഹ് വുളൂഇന്റെ ബാബ് നമുക്ക് പറയണം. ഈ വെള്ളം കൊണ്ട് തന്നെ വായിലേക്ക് മൂക്കിൽ ഒരൽപ്പം കയറ്റിയിട്ട് പതുക്കെ ഒന്ന് വലിച്ചിട്ടൊന്ന് ചീറ്റിക്കൊടുത്താൽ ഈ മലിനമായ വായു ശ്വസിച്ച് അള്ളാഹുവിന്റെ സജ്ജീകരണം, ഓരോരുത്തരുടെയും മൂക്കിൻ ദ്വാരങ്ങളിൽ ഉള്ളിൽ രോമങ്ങളുണ്ട്. ആ രോമങ്ങളിൽ മലിനമായ വായുവിലൂടെ വന്ന മാലിന്യങ്ങൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടാകും. അത് രോഗങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് നന്നായിട്ടൊന്ന് ചീറ്റി കൊടുക്കുക. അങ്ങനെ ഈ വസ്ത്രത്തിന് വെളിയിലുള്ള ഭാഗങ്ങളെല്ലാം മിനിമം മുസ്ലിം 5 തവണ കഴുകുന്നു. അപ്പൊ വുദു ഉണ്ടെങ്കിലോ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉസ്താദെ, മഗ്രിബ് നമസ്കാരത്തിന് വേണ്ടി എടുത്ത വുദു ഇശാക്കുണ്ട്. എന്നാലും ഇസ്ലാം പറയുന്നു, തജ്ദീദുൽ വുദൂഇ സുന്നത്തുൻ, വുദു പുതുക്കൽ സുന്നത്താണ്. വുദു ഉണ്ട്, എന്നാലും വുദു ഒന്ന് പുതുക്കി കൊടുക്കൽ സുന്നത്താണ്. അതെന്തിനാ? ശരീരം വൃത്തിയാകാൻ വേണ്ടി, ശരീരം ശുദ്ധമാകാൻ വേണ്ടിയാണ് ഈ നിയമങ്ങളെല്ലാം അള്ളാഹുവിന്റെ ദർശനം നമ്മെ പഠിപ്പിച്ചത്. ഇങ്ങനെ ഏത് കാര്യം നിങ്ങൾ നോക്കൂ. ഇപ്പോൾ ഈ പന്നിപ്പനിയുടെ ഭീഷണി ലോകത്ത് വ്യാപിച്ചപ്പോ ഡോക്ടർമാർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. റോഡുകളിൽ ജനങ്ങൾ കൂടുന്ന ഭാഗത്ത് തുപ്പരുത്. ഇക്കാര്യത്തിൽ ഇസ്ലാമിന് എന്തെങ്കിലും പറയാനുണ്ടോ? പഠിക്കേണ്ട വിഷയല്ലേ? ഞാൻ പോലും ഇത് വിദ്യാർത്ഥിയാകുന്ന കാലത്ത് ഈ ഹദീസ് പഠിച്ചങ്ങോട്ട് പോയി എന്നല്ലാതെ അത് മനസ്സിലുണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കിയപ്പോഴാണ് അതിന്റെ ഗൗരവം കാണുന്നത്. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. ദീനിനെന്ത് പറയാനുണ്ട്? മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നാട്ടിൽ രോഗമുണ്ടെങ്കിലും രോഗമില്ലെങ്കിലും പൊതുസ്ഥലങ്ങളിൽ തുപ്പുന്നതിന്റെ വിധി എന്താണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉരിളത് അലയ്യ അഅ്മാലു ഉമ്മത്തി ഹസനുഹാ വസയ്യിഉഹാ. എന്റെ സമുദായത്തിന്റെ, എന്റെ ഉമ്മത്തിന്റെ സുകൃതങ്ങളും ദുഷ്കൃതങ്ങളും എനിക്ക് മുമ്പാകെ വെളിവാക്കപ്പെട്ടു. എന്റെ ഉമ്മത്തിലെ ആളുകളുടെ, എന്റെ സമുദായത്തിലെ ജനതയുടെ നന്മ തിന്മകൾ എന്റെ മുന്നിൽ അല്ലാഹു കൊണ്ടുവന്നു എനിക്ക് കാണിച്ചു. ഈ സമുദായത്തിലെ നന്മകൾ ഒരു കൂട്ടം, തിന്മകൾ വേറൊരു കൂട്ടം. ഇത് അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. ആ സമയത്ത് ഫവജത്തു ഫീ മഹാസിനി അഅ്മാലിഹാ
നന്മയുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടു, ഈ ഉമ്മത്ത് ചെയ്ത നന്മയുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടു, എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അൽ അദാ യുമാതു അനിത്വരീഖ്, വഴികളിൽ ജനങ്ങൾക്ക് ശല്യമാകുന്ന വസ്തുക്കൾ നീക്കം ചെയ്ത സംഭവം. വഴികളിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്തും നീക്കിയ ആ ഒരു പ്രവൃത്തി. ഫവജത്തു ഫീ മഹാസിനി അഅമാലിഹാ, നന്മയുടെ രേഖയിൽ, നന്മയുടെ കൂട്ടത്തിൽ ഞാൻ അത് കണ്ടു. റോട്ടിലുള്ള കല്ല് നടന്നു പോകുമ്പോ കാലുകൊണ്ടൊന്ന് വെറുതെ അങ്ങോട്ട് തട്ടി, വഴിയിലുള്ളൊരു മുള്ള് പോയപ്പോ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അതങ്ങോട്ട് നീക്കി. ഇത് അല്ലാഹുവിന്റെ പക്കൽ വലിയ കൂലിയുള്ള കർമ്മമാണ്. അത് ഹസനത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അത് ആ നന്മയുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫവജത്തു ഫീ മസാവി അഅമാലിഹാ, തിന്മയുടെ കൂട്ടത്തിൽ ഞാനൊരു കർമ്മം കണ്ടു. തിന്മയുടെ കൂട്ടത്തിൽ ഞാനൊരു സാധനം കണ്ടു. അതെന്താ? അന്നുഹാമത്തു തകൂനു ഫിൽ മസ്ജിദി അല്ലതീ ലാ തുദ്ഫനു, പള്ളികളിൽ ജനങ്ങൾ കൂടുന്ന പൊതുസ്ഥലങ്ങളിൽ മൂക്ക് ചീറ്റിയിട്ട് കാർക്കിച്ച് തുപ്പിയിട്ട് ഇട്ടിട്ടുള്ള സാധനം, ആ മാലിന്യം, ആ തുപ്പല്, ആ കഫം, അത് ഞാൻ കണ്ടത് ഫീ മസാവി അഅമാലിഹാ, അവരുടെ പ്രവർത്തനങ്ങളിലെ ദുഷിച്ച പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിലാണ് അത് കണ്ടത്. പള്ളികളിൽ അതുപോലെ തന്നെ പൊതുജനം കൂടുന്ന സ്ഥലങ്ങളിൽ കാണുന്ന നുഹാമത്ത്, മൂക്ക് ചീറ്റിയത്, കാർക്കിച്ച് തുപ്പിയത്, അത് ഫവജത്തു ഫീ മസാവി അഅമാലിഹാ, അത് തിന്മയുടെ കൂട്ടത്തിലാണ് കണ്ടത്. ആലോചിച്ചു നോക്കണം. ഇതൊരു ചെറിയ കാര്യമായിട്ടാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത് എങ്കിൽ വളരെ ഗൗരവത്തോടുകൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പഠിപ്പിച്ചത്. എങ്ങോട്ട് തുപ്പണം, ഏത് ദിശയിലേക്ക് തുപ്പണം, എവിടെ തുപ്പണം പഠിപ്പിച്ചില്ലേ? മുന്നിലേക്ക് തുപ്പരുത്, നേരെ മുന്നിലേക്ക് നടന്നു പോകുമ്പോ തുപ്പരുത്, വലത് വശത്തേക്ക് തുപ്പരുത്, പിറകിലേക്ക് തുപ്പരുത്, പിന്നെ ഇടത് വശത്തേക്ക് കാലിനരികിലേക്ക് തുപ്പിയിട്ട് അത് കാലുകൊണ്ട് മണ്ണിട്ട് മൂടണം. അത് ധർമ്മമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പൊതുസ്ഥലത്ത് തുപ്പൽ അത് കുറ്റമാണ്. കഫാറത്തുഹാ ദഫനുഹാ, ആ കുറ്റം ആരെങ്കിലും ചെയ്താൽ അതിനുള്ള പ്രായശ്ചിത്തം ദഫനുഹാ, അതിനെ മണ്ണിട്ട് മൂടലാകുന്നു. അന്നുഹാമത്തു തദ്ഫിനുഹാ സദഖത്തുൻ, അങ്ങനെ തുപ്പിപ്പോയാൽ അത് മണ്ണിട്ട് മൂടൽ ധർമ്മമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഏതൊക്കെ മേഖലയുണ്ടോ പുതിയ പുതിയ സംഭവ വികാസങ്ങളിൽ, ആ മേഖലയുമായിട്ടൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ്, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ട്. ആ ഭാഗങ്ങളിലേക്കെല്ലാം കടന്നു ചെന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും പറഞ്ഞത്. അതുകൊണ്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന പുതുപുത്തൻ രോഗങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, ഇതൊക്കെ തന്നെ ഈ ഉമ്മത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്ന ശിക്ഷയുടെ ഭാഗങ്ങളാണ്. പടച്ചവന്റെ ശിക്ഷ വരികയാണ്. ഖുർആൻ പറഞ്ഞല്ലോ സൂറത്ത് ഇസ്രാഇന്റെ 58-ാമത്തെ വചനം, وَإِن مِّن قَرْيَةٍ إِلَّا نَحْنُ مُهْلِكُوهَا قَبْلَ يَوْمِ الْقِيَامَةِ أَوْ مُعَذِّبُوهَا عَذَابًا شَدِيدًا كَانَ ذَلِكَ فِي الْكِتَابِ مَسْطُورًا. ഏതൊരു നാട്ടുകാരാണെങ്കിലും ശരി, പെരുമ്പാവൂർക്കാരാണെങ്കിലും മലപ്പുറത്തുകാരാണെങ്കിലും അമേരിക്കക്കാരനാണെങ്കിലും ഏതൊരു പ്രദേശത്തുള്ള ആളുകളാണെങ്കിലും ആ പ്രദേശത്തുള്ള ആളുകൾ ധിക്കാരികളായി മാറിയാൽ, റബ്ബിനെ മറന്ന് താന്തോന്നികളായി ജീവിക്കാൻ തുടങ്ങിയാൽ, ഇല്ലാ നഹ്നു മുഹ്ലികൂഹാ ഖബ്ല യൗമിൽ ഖിയാമ, അന്ത്യദിനത്തിന്റെ ദിനത്തിൽ അവരുടെ മേലിൽ ശിക്ഷ വരും, ഉറപ്പാണ്. അവസാന നാളിൽ അവർക്ക് ശിക്ഷ കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുമാത്രമായിരിക്കില്ല അവർക്ക് ലഭിക്കുന്നത്, ഇല്ലാ നഹ്നു മുഹ്ലികൂഹാ ഖബ്ല യൗമിൽ ഖിയാമ, അന്ത്യദിനം വരുന്നതിന് മുമ്പ് തന്നെ നാം അവരെ ഒന്നടങ്കം നശിപ്പിച്ചേക്കാം. ഒന്നുകിൽ
ഏതൊരു നാട്ടുകാരാകട്ടെ, അവർ അക്രമികളായാൽ അന്ത്യദിനം വരുന്നതിന്റെ മുന്നോടിയായി തന്നെ, അതിന്റെ മുമ്പ് തന്നെ ഒരുപക്ഷെ ഒന്നടങ്കം അവരെ ഞാൻ നശിപ്പിക്കും. ഒന്നുകിൽ ഔ മുഅദ്ദിബൂഹാ അദാബൻ ശദീദാ. ഒരു നാട്ടുകാർ അക്രമികളായാൽ ആ നാട്ടുകാരെ ഒന്നുകിൽ ഒന്നടങ്കം നശിപ്പിക്കും, അല്ലെങ്കിലോ ഔ മുഅദ്ദിബൂഹാ അദാബൻ ശദീദാ, അവരെ ഒന്നടങ്കം നശിപ്പിക്കില്ല, പക്ഷേ കനത്ത ശിക്ഷ അവരിലേക്ക് നാം ഇറക്കും. ആ ശിക്ഷയിൽ അവർ മരിച്ചു പോകൂല, ആ ശിക്ഷ കണ്ടും കേട്ടും അനുഭവിച്ചും അവരെങ്ങനെ കഴിഞ്ഞുകൂടും. രണ്ട് ഓപ്ഷനാണ്. ഒന്നുകിൽ ഒന്നടങ്കം അല്ല തകർത്ത് തരിപ്പണാക്കി കളയാ, അല്ലെങ്കിലോ ആ നാട്ടുകാരിലേക്ക് കനത്ത ശിക്ഷ ഇറക്കിയിട്ട് ആ ശിക്ഷ കണ്ടും കേട്ടും അനുഭവിച്ച് അവരങ്ങനെ കഴിയാ. ഇത് കൂടാതെ ഒരു രാജ്യവുമില്ല, ഒരു നാടുമില്ല എന്ന് ഖുർആൻ. ഒരു നാടുമില്ല. വഇം മിൻ ഖറിയ, ഖുർആന്റെ പ്രയോഗം നോക്കണം. വഇം മിൻ ഖറിയ ഇല്ലാ നഹ്നു മുഹ്ലികൂഹാ ഖബ്ല യൗമിൽ ഖിയാമ ഔ മുഅദ്ദിബൂഹാ അദാബൻ ശദീദാ. ഒന്നുകിൽ ഒന്നാകെ നശിപ്പിക്കും, അല്ലെങ്കിൽ കനത്ത ശിക്ഷ കൊടുക്കും, ഉറപ്പാണ്. കാന ദാലിക ഫിൽ കിതാബി മസ്തൂറാ, ഇത് അള്ളാഹുവിന്റെ രേഖയിലുള്ള നിയമമാണ്. അള്ളാന്റെ കിതാബിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇനി ഇത് മാറ്റൂല എന്നാ പറയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു, പടച്ചവനെ, മുൻകാല ജനതയിലെ അക്രമികളെ ഭൂകമ്പം കൊണ്ടും ചുഴലിക്കൊടുങ്കാറ്റ് കൊണ്ടും അതുപോലെ തന്നെ അട്ടഹാസം കൊണ്ടും നീ ഒന്നടങ്കം നശിപ്പിച്ചതുപോലെ, ഭൂമുഖത്ത് നിന്ന് ആ ജനതയെ തുടച്ചു മാറ്റിയതുപോലെ ഒന്നാകെയുള്ള ശിക്ഷ എന്റെ ഉമ്മത്തിന്റെ മേലെ റബ്ബേ നീ ഇറക്കല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, പടച്ചവനെ, മുൻകാല ജനതയെ, ആദ് സമൂഹത്തെ, സമൂദ് വർഗത്തെ, അങ്ങനെ ഒരുപാട് വർഗങ്ങളെ ഖുർആൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, നീ ഒന്നടങ്കം നശിപ്പിച്ചു. അതുപോലെ എന്റെ ഉമ്മത്തിലെ ഒരു നാട്ടുകാരെ മൊത്തത്തിൽ, ഒരു ജനതയെ മൊത്തത്തിൽ നീ നശിപ്പിക്കല്ല റബ്ബേ. അവിടെ അത് മാത്രം പ്രാർത്ഥിച്ച് നിർത്തിയിട്ടില്ല, സമാധാനപ്പെടാൻ അത് മാത്രം പ്രാർത്ഥിച്ച് നിർത്തിയില്ല. തുടർന്ന് ദുആ, അല്ലാഹുമ്മ തുഅനം വ തഊന, അല്ലാഹുമ്മ തുഅനം വ തഊന, എന്റെ ഉമ്മത്തിലെ ജനങ്ങൾ അക്രമികളായി കഴിയുകയാണെങ്കിൽ അവരിലേക്ക് പ്ലേഗും മാരകമായ രോഗങ്ങളും അതുപോലെ തന്നെ യുദ്ധങ്ങളും ഇറക്കിയിട്ട് നീ ശിക്ഷിച്ചോ, എന്നാലും മൊത്തത്തിൽ അവരെ നശിപ്പിക്കല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ എന്ത്? അല്ലാഹുമ്മ തുഅനം വ തഊന, പടച്ചവനെ, യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ട് അവർക്കൊരു ഭീഷണിയൊക്കെ കൊടുത്തൊരു അടി കൊടുത്തോ, അതുപോലെ തന്നെ ഇടയ്ക്കോരോ രോഗങ്ങൾ അയച്ചിട്ട് അവരൊന്ന് പാഠം പഠിപ്പിച്ചോ, എന്നാലും റബ്ബേ അവരെ ഒന്നടങ്കം നശിപ്പിക്കല്ലേ. ലോകത്തിന്റെ ഇന്നത്തെ പ്രധാന ഭീഷണി എന്താ? വേൾഡ് തലത്തിൽ ഇന്ന് പ്രധാന ഭീഷണി രണ്ട് കാര്യ. ഒന്ന് യുദ്ധം, സമാധാനത്തോടെ നടക്കാൻ പറ്റും, എവിടെ എപ്പോഴാ പൊട്ടുന്നതെന്ന് അറിയില്ല, അല്ലെ? ലോകരാഷ്ട്ര തലവന്മാർക്ക് സ്വസ്ഥായിട്ട് ശ്വാസം വിടാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? എപ്പോഴാ അത് പൊട്ടുക, യുദ്ധം എവിടെ പൊട്ടുന്ന അറിയൂല. ഈ അവസ്ഥ ലോകത്തിന്റെ പ്രധാന ഭീഷണി. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനം യുദ്ധവുമായി ബന്ധപ്പെട്ട് വന്ന പ്രവചനമൊക്കെ നമുക്ക് പറയാനുണ്ട്. രണ്ടാമത്തെ പ്രധാന ഭീഷണി, വികസിത രാജ്യങ്ങളൊക്കെ കണ്ണു തുറന്ന് ആലോചിക്കുന്നത്, വല്ലാതെ കൂലങ്കശമായി ആലോചിക്കുന്നത്, ഇത്തരത്തിലുള്ള പുതിയ രോഗങ്ങളെ തടയാൻ എന്തു മാർഗം, അതാണ് പ്രധാന ഭീഷണി. മറ്റൊന്ന്, ഇതൊക്കെ വന്നാല് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പറഞ്ഞല്ലോ, മരുന്ന് കഴിക്കണം, പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞല്ലോ കൂട്ടത്തിൽ. അത് മാത്രം പോരാ, അള്ളാഹുവിലേക്ക് അടുക്കാൻ, അവന് ബോധം തിരിച്ചു കിട്ടാൻ, അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് തിരിച്ചു വരാനുള്ള അവസരമാണ് പടച്ച തമ്പുരാൻ ഒരുക്കുന്നത്. മുൻഗാമികൾ അതാണ് ചെയ്തത്. നമ്മുടെ കേരളത്തിൽ നൂറ്റാണ്ട് മുമ്പ് ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോളറയും വസൂരിയും വ്യാപിച്ചപ്പോ അക്കാലത്തുള്ള പണ്ഡിതന്മാരെന്താ ചെയ്തത്? സമൂഹത്തോട് മരുന്ന് കഴിക്കാൻ പറഞ്ഞു, പ്രതിരോധ മാർഗങ്ങൾ. നേരത്തെ കഴിഞ്ഞയാഴ്ച ഉദ്ധരിച്ച ഹദീസുകളൊക്കെ സമൂഹത്തോട് പറഞ്ഞു. അവിടെ അവസാനിപ്പിച്ചില്ല. മുസ്ലിം സമുദായത്തെ വിളിച്ച് അക്കാലത്തുള്ള മഹാന്മാരായ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അവരോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും അടുക്കണം. നിങ്ങൾക്കറിയോ, അക്കാലത്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോളറയും വസൂരിയും വ്യാപിച്ചപ്പോ സൈനുദ്ദീൻ മഖ്ദൂം അൽ മഅബരി, പൊന്നാനിക്കാരൻ, നമ്മുടെ വിജ്ഞാനത്തിന്റെ പിതാവായ
സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ല ഉള്ള കാലമാണ്. മഹാനുഭാവൻ എന്താ ചെയ്തത്? പരിശുദ്ധ ദീനിലേക്ക് തിരിച്ചു വരാൻ ജനങ്ങളോട് പറഞ്ഞു. തലമ്മത്തട്ടി എന്ന പേരിലൊക്കെ മലപ്പുറത്തൊക്കെ പണ്ട് കേട്ടിരുന്നു. തലമ്മത്തട്ടി അതെന്താ? വസൂരിയൻ. അത് വന്ന ആളാ അപ്പ അടിച്ചു, പെട്ടെന്ന് വീണു. അന്ന് ഇതുപോലെ വൈദ്യശാസ്ത്രം പുരോഗമിച്ചിട്ടില്ല. എന്നിട്ട് ആ രോഗങ്ങളിൽ നിന്ന് നാട്ടുകാർ രക്ഷപ്പെട്ടത് എന്തുകൊണ്ട്? അക്കാലത്തുള്ള പണ്ഡിതന്മാർ അവരോട് പറഞ്ഞു, ദീനിലേക്ക് തിരിച്ചു വരൂ. അന്ന് പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ല മങ്കൂസ് മൗലിദ് രചിച്ചത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. മങ്കൂസ് മൗലിദ് പിറവി കൊണ്ടത് ആ ഒരു സാഹചര്യത്തിലാണ്. ഏത് സാഹചര്യത്തിൽ? നാട്ടിലാകെ മാരകമായ മാരി, എവിടെയും കോളറ വസൂരി പിടിപെട്ട് ജനങ്ങളൊന്നാകെ മരിച്ചപ്പോ മഹാനായ പണ്ഡിതൻ ഫത്ഹുൽ മുഈൻ രചിച്ച, കേരളത്തിന് ദിശാബോധം നൽകിയ, ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദായ, പരിഷ്കർത്താവായ, ആത്മീയ പിതാവായ ഇന്ന് മുസ്ലിം കൈരളിക്ക് ഇന്നും അവിടത്തെ വചനങ്ങൾ വളരെ പ്രാമാണികമായി തന്നെ മുസ്ലിമീങ്ങൾ കാണുന്നു. ആ മഹാനായ പണ്ഡിതൻ സൈനുദ്ദീൻ മഖ്ദൂം അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകീർത്തന കവിത രചിച്ചു. മങ്കൂസ് മൗലിദ് രചിച്ചിട്ട് പറഞ്ഞു, എല്ലാ വീട്ടിലും പ്രവാചക പ്രകീർത്തനം നടത്തിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തോളൂ. നിങ്ങൾ പടച്ചവന്റെ വഴിക്ക് വരൂ. മങ്കൂസ് മൗലിദിന്റെ ദുആ, അത് അവസാനിക്കുന്ന ഭാഗത്തുള്ള ദുആ വായിച്ചു നോക്കിയാൽ അറിയാം. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق. ദുആ, മങ്കൂസ് മൗലിദിലെ ദുആ. പലരും മങ്കൂസ് മൗലിദിലെ ഒന്നോ രണ്ടോ വരി കാവ്യഭാവനയിൽ വർണ്ണിച്ച് ഒരു ഭാവനാ പ്രയോഗം നടത്തിയിന് അതിനത് കേറി പിടിച്ചിട്ട് ആ വരി മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. എന്താണ് മങ്കൂസ് മൗലിദില് നബിയെ പ്രകീർത്തിച്ച് ചെയ്യുന്ന ദുആ? എന്താ? അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ഇലൈക ബിസ്മിക്കൽ അലീം. പടച്ചോനെ, നിന്റെ മഹത്വമേറിയ നാമം മുൻനിർത്തി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. പടച്ചവനെ, നിന്റെ ഇസ്മുൽ അഅ്ലമുണ്ടല്ലോ, നിനക്ക് അസ്മാഉൽ ഹുസ്നയുണ്ടല്ലോ. അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ഇലൈക ബിസ്മിക്കൽ അലീം. നിന്റെ ബഹുമാന്യ ആദരവ് നിറഞ്ഞ മഹത്വമേറിയ നിന്റെ നാമങ്ങൾ മുൻനിർത്തി നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. വബിജാഹി നബിക്കൽ കരീം. നിന്റെ ബഹുമാന്യരായ നബിയെ മുൻനിർത്തി ചോദിക്കുന്നു. എന്ത്? അൻ തുകഫിറ അന്ന ദുനൂബ്. നിന്റെ നബിയെ മുൻനിർത്തി നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. അൻ തുകഫിറ അന്ന ദുനൂബ് വതസ്തുറൽ ഉയൂബ് വതുഹസ്സിനൽ അഖ്ലാഖ്. ഞങ്ങളുടെ പാപം പൊറുക്കണേ, ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ അയ്ബുകൾ, ഞങ്ങളുടെ വൈകല്യങ്ങൾ നീ മറച്ചു വെക്കണേ, ഞങ്ങളുടെ സ്വഭാവം നീ നന്നാക്കേണേ, ഞങ്ങളുടെ വേദനയ്ക്ക് ശമനം തരണേ, ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ എന്നുള്ള പ്രാർത്ഥന. وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناطع والداء القامع والوباء القاطع إنك مجيب سامع. എന്താണ് ആ ദുആ? وأن تصرف عنا الطاعون والبلاء. പടച്ചവനെ, تدفع عنا وعن أهل بلدنا وبيتنا هذا. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന്, ഞങ്ങളുടെ ഈ ഭവനങ്ങളിൽ നിന്ന്, വീടുകളിൽ നിന്ന് ദുരന്തം വിതയ്ക്കുന്ന വിഷബാധയും രോഗങ്ങളും പകർച്ചവ്യാധിയും നീ തട്ടിമാറ്റണമേ അല്ലാഹ്. വഅൻ തസ്രിഫ അന്ന ത്വാഊന വൽ ബലാ. പ്ലേഗും മഹാമാരികളും ഞങ്ങളിൽ നിന്ന് തിരിച്ചുവിടണേ റബ്ബേ. ഈ പ്രാർത്ഥന പഠിപ്പിച്ചു. വെറുതെ പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് നിർബന്ധമായ മതപരമായ കർമ്മങ്ങളൊക്കെ ചെയ്യാ, നമസ്കരിക്കുക, നോമ്പ് പിടിക്കുക, സക്കാത്ത് കൊടുക്കുക, സ്വതക്ക ചെയ്യുക. ഇങ്ങനെ നിർബന്ധമായ കർമ്മങ്ങളോടൊപ്പം നല്ല കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചും അവിടുത്തെ മദ്ഹുകൾ ആലപിച്ചും അതിന്റെ പിറകിൽ നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങൾ ദീനിലേക്ക് മടങ്ങി വരിക. വൈദ്യശാസ്ത്രം പുരോഗതി പ്രാപിക്കാത്ത അക്കാലത്ത് അവർക്കിത് ഫലം കണ്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബിലേക്ക് മടങ്ങി വരാനുള്ള വഴികളാണ് ഈ ഒരുക്കുന്നത്. ഏതൊക്കെ പ്രതിഭാസങ്ങൾ കണ്ടാലും ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും റബ്ബിനെ ചോദ്യം ചെയ്യുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഉണ്ട്, പണ്ടുണ്ടായിരുന്നു പടച്ചവനെ ചോദ്യം ചെയ്യുന്ന ആളുകള്. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, നബിയുടെ മുമ്പാകെ മക്കത്തെ ആളുകൾ വന്നിട്ട്, മദീനയിലെ അവിശ്വാസികൾ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങളെ കുറെ നീ ക്ഷണിച്ചല്ലോ ഈ മാർഗത്തിക്ക്, ഞങ്ങൾ ഇതുവരെ വരാതെ ചോദ്യം ചെയ്ത് നിന്നല്ലോ, കനത്ത ശിക്ഷയെക്കുറിച്ച് ഒരുപാട് നീ ഞങ്ങൾക്ക് ബോധം നൽകിയല്ലോ, മുന്നറിയിപ്പ് നൽകിയല്ലോ, എവിടെ നിന്റെ പടച്ചവന്റെ ശിക്ഷ?
ചോദിച്ചു. ഖുർആൻ പറഞ്ഞല്ലോ, വഖാലൂ റബ്ബനാ അജ്ജിൽ ലനാ ഖിത്തനാ ഖബ്ല യൗമിൽ ഹിസാബ്. സൂറത്ത് സ്വാദിന്റെ 16-ാമത്തെ ആയത്ത്. ഖാലൂ, അവർ പറഞ്ഞു, റബ്ബനാ, ഞങ്ങളെ പടച്ചോനെ, അജ്ജിൽ ലനാ ഖിത്തനാ, ഞങ്ങളെ വിഹിതം ഇവിടെ തന്നെ തന്നേക്ക്, ഖബ്ല യൗമിൽ ഹിസാബ്, ആ ദിവസം വരുന്നതിന്റെ മുപ്പങ്ങട്ട് തന്നേക്ക്, ഞങ്ങൾ മേടിച്ചോളാന്നേ. ധിക്കാരം മൂത്ത് ആ ജനത പറഞ്ഞു. വേറൊരു ഗ്രൂപ്പ് പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖു മിൻ ഇൻദിക്, ഈ ചങ്ങാതി മുഹമ്മദ് പറയുന്നത് നിന്നിൽ നിന്നുള്ളതാണെങ്കിൽ, ഈ ചങ്ങാതി ഞങ്ങളിലേക്ക് വന്നിട്ട് ഈ പറഞ്ഞു തരുന്നതൊക്കെ നിന്നിൽ നിന്നുള്ളതാണെങ്കിൽ, പടച്ചവനെ, ഫഅംതിർ അലൈനാ ഹിജാറതം മിനസ് സമാ അവിഇതിനാ ബിഅദാബിൻ അലീം. അംതിർ അലൈനാ ഹിജാറതം മിനസ് സമാ, ആകാശത്തിൽ നിന്ന് കല്ല് മഴ പെയ്യിക്ക് പടച്ചവനെ. ഈ ചങ്ങാതി പറയുന്നത് കാര്യമാണെങ്കിൽ, ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖു മിൻ ഇൻദിക് ഫഅംതിർ അലൈനാ ഹിജാറതം മിനസ് സമാ, കല്ലുമഴ വരട്ടെ അങ്ങട്ട്. അല്ലെങ്കിൽ അവിഇതിനാ ബിഅദാബിൻ അലീം, കഠിനമായ ശിക്ഷ ഞങ്ങൾക്കൊന്നു കാണിച്ചുതാ. ധിക്കാരത്തോടുകൂടെ ഇങ്ങനെ പലരും നമസ്കരിക്കുന്ന, നോമ്പ് പിടിക്കുന്ന മുസ്ലിമീങ്ങളിൽ ചിലരും അറിഞ്ഞോ അറിയാതെയോ ധിക്കാരത്തിന്റെ പദപ്രയോഗം നടത്തുന്നവരുണ്ട്. ഞാൻ ഓർത്തു പോവാണ്, ഒരു സ്വത്ത് തർക്കം, ഒരു ഉമ്മാന്റെ മക്കൾ തമ്മിൽ സ്വത്ത് തർക്കം, ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ. ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അങ്ങനെ സ്വത്ത് തർക്കത്തിൽ ഒരു മധ്യസ്ഥന്റെ റോള് ഈ വിനീതന് കിട്ടി. അങ്ങനെ അവിടെ ചെന്ന് ഇരുവശവും കേട്ടു. ഒരു ഭാഗത്ത് സഹോദരിമാരും മറുഭാഗത്ത് സഹോദരന്മാരും. അങ്ങനെ തന്നെ ഉണ്ടാവുക ഈ സ്വത്തിന്റെ തർക്കത്തിൽ. പെൺകുട്ടികൾ എങ്ങനെയും തഴഞ്ഞിട്ടുണ്ടാവും, സഹോദരിമാർക്ക് എന്തെങ്കിലും കൊടുത്ത് വിട്ടിട്ടുണ്ടാവും. ഇങ്ങനെ തർക്കം വന്നു. അങ്ങനെ രണ്ട് ചേരിക്കും പറയാനുള്ളത് കേട്ടപ്പോ അവരുടെ കൂട്ടത്തിലെ മൂത്ത സഹോദരി കുറെ അരുതാത്ത ഭാഷകൾ പ്രയോഗിച്ചിട്ടുണ്ട്, സ്വന്തം ബ്രദേഴ്സിനെ കുറിച്ച്, സഹോദരന്മാരെ കുറിച്ച്. ഞാൻ ആ സഹോദരിയെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് അവകാശപ്പെട്ട് നിങ്ങൾക്ക് കിട്ടണം, അത് നമുക്ക് വാങ്ങും ചെയ്യാം. അതിന് ഇന്ത്യയിലെ നിയമവും മതത്തിന്റെ നിയമമൊക്കെ അതിന് അനുവാദം നൽകുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള നിങ്ങളുടെ വാക്കുകൾ അത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കോപത്തിന് കാരണമാകും. അതുകൊണ്ട് ഈ വാക്ക് നിങ്ങൾ നിർത്തണം എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കോപമൊക്കെ അത് വരുമ്പോ നോക്കാം, ഇപ്പൊ ഞാൻ പറയാനുള്ളത് പറയാൻ പോവാണ് എന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂലിന്റെയും കോപല്ലേ, അത് വരുമ്പോ നോക്കാനേ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും. ശുണ്ടി മൂക്കത്താണ് ഇങ്ങനെ ഇത് എന്ത് വലിയ ധിക്കാര വാക്കാണ്. അള്ളാന്റെ റസൂലിന്റെ കോപം ഇങ്ങോട്ട് വരട്ടെ, വരുമ്പോ നോക്കാം, ഇപ്പൊ പറയാനുള്ളത് ഞാൻ പറയട്ടെ. ഇങ്ങനെ ധിക്കാരത്തോടുകൂടെ പറഞ്ഞ ജനത, ആ ജനതയ്ക്ക് അല്ലാഹു ചുട്ട മറുപടി കൊടുത്തു. സൂറത്ത് റഅദിന്റെ 6-ാമത്തെ ആയത്തിൽ കാണാം, വയസ്തഅജിലൂനക ബിസ്സയ്യിഅതി ഖബ്ലൽ ഹസനാ, നന്മക്ക് പകരം തിന്മയാണ് അവർ തിരക്ക് കൂട്ടി ചോദിക്കുന്നത് നബിയെ അങ്ങയോട്. നന്മ വരേണ്ടതിന് പകരം തിന്മയാണ് അവർ തിരക്ക് കൂട്ടി ചോദിക്കുന്നത്, ശിക്ഷയാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ കേട്ടുകൊള്ളുക, വഖദ് ഖലതു മിൻ ഖബലിഹിമുൽ മസുലാത്ത്, പാഠം പഠിക്കാൻ പാകത്തിനുള്ള ശിക്ഷകൾ മുൻഗാമികളായ ജനതയിൽ നാം ഇറക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പാഠം പഠിക്കാൻ മാത്രമുള്ള ശിക്ഷകള്, അതിനു മാത്രമുള്ള പാഠങ്ങൾ മുൻഗാമികളിൽ ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു. അതൊന്നും കാണാം. അതിന്റെ ബാക്കി പത്രം ജോർഡാനിലേക്ക് പോയി നോക്കൂ, പല രാജ്യങ്ങളിലേക്കും പോയി നോക്കൂ. അള്ളാഹു ഒരു ജനവിഭാഗത്തെ നശിപ്പിച്ചിട്ട് ആ നാശത്തിന്റെ സ്മാരകം ഇന്നും ഭൂമുഖത്ത് തല ഉയർത്തി നിൽക്കുന്നുണ്ട്. ലൂത്ത് നബിയുടെ ഖൗമിനെ അള്ളാഹു അപ്പം മറിക്കും പോലെ, പത്തിരി മറിക്കും പോലെ ആ ഭൂപ്രദേശത്തെ മുകൾ ഭാഗം അടിയിലേക്കാക്കി മറിച്ചിട്ടു എന്ന് പറഞ്ഞല്ലോ. ആ പ്രദേശം ഇന്നും വേലി കെട്ടിയിരിക്കുകയാണ് അവിടുത്തെ സർക്കാർ. അവിടെ ഇന്നും ജനവാസയോഗ്യമല്ല, അവിടെ പുല്ലുമുളക്കില്ല. ആ ശാപം പടച്ച തമ്പുരാന്റെ കനത്ത ശിക്ഷയുടെ സ്മാരകം ഇന്നും ഭൂമിയിലുണ്ട്. വഖദ് ഖലത് മിൻ ഖബലിഹിമുൽ മസുലാത്ത്, മുൻഗാമികളിലൂടെ പാഠം പഠിക്കാൻ മാത്രം ശിക്ഷ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി എന്തിനാപ്പ ചോദിക്കുന്നത് എന്നാ കേട്ടോ. വ ഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൽ ലിന്നാസി അലാ ദുൽമിഹിം വ ഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്.
വല്ലാതെ എന്നെ ചോദ്യം ചെയ്യണ്ട, വല്ലാതെ ഭൂമിയിലൂടെ ധിക്കാരിയായി നടക്കണ്ട. ഈ ഭൂമിയെ സൈലന്റാക്കി ഉറപ്പിച്ചു നിർത്തിയത് ഞാനാണ്. അതിനു മുകളിലൂടെ അഹങ്കരിച്ച് നടക്കണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് പറയാണ്, നബിയെ, അങ്ങയുടെ റബ്ബ് ലദൂ മഗ്ഫിറത്തിൽ ലിന്നാസി അലാ ദുൽമിഹിം, അവരെന്ത് അക്രമ പ്രവൃത്തി കാണിച്ചാലും അത് ക്ഷമിക്കാനും പൊറുക്കാനും താങ്കളുടെ റബ്ബിന് സാധിക്കും. എന്ത് ധിക്കാരാണെങ്കിലും റബ്ബിന് പൊറുക്കാനും സഹിക്കാനും സാധിക്കും. നാ വെറും പൊറുക്കലും സഹിക്കലും മാത്രാവൂലട്ടോ. വഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്, കനത്ത ശിക്ഷ തരാനും നല്ല അടി തരാനും നിന്റെ നാഥന് സാധിക്കുമെന്ന് നബിയെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പരിശുദ്ധ ഖുർആൻ മറുപടി പറയുകയാണ്. അതുകൊണ്ട് ധിക്കാരികളായി മാറുമ്പോ ഇടക്കടിങ്ങനെ വരും. ലോകാവസാനമാണ് നമ്മുടെ വിഷയം. പ്രവാചകരുടെ പ്രവചനങ്ങൾ പുലർന്നതും പുലരാനിരിക്കുന്നതും, അതാണ് 5-6 ആഴ്ചകളായി നമ്മൾ പറഞ്ഞു വന്ന വിഷയം. അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ പലതും കണ്ടു, പലതും നാം അനുഭവിച്ചു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, യതഖാറബുസ് സമാൻ വയുഖ്ബലുൽ ഇൽമു വതൽഹറുൽ ഫിതനു വയക്സുറുൽ ഹറജു. قالوا وما الحرج يا رسول الله فقال القتل. صحيح البخاري. ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിഭാസങ്ങളിലേക്ക് നബി തങ്ങൾ വിരൽ ചൂണ്ടുകയാണ്, പഠിപ്പിച്ചു തരികയാണ്. ഇതിങ്ങോട്ട് വിശദീകരിക്കുമ്പോ ഇതൊന്നൊരു പഠിക്കുമ്പോ അറിയാം ഖിയാമത്ത് നാളും നമ്മളും എവിടെയാണുള്ളത് എന്ന്. യതഖാറബുസ് സമാൻ, കാലം അടുത്തു വരാതെ ഖിയാമത്ത് നാളുണ്ടാവുകയില്ല. കാലം അടുത്തുവരും. യതഖാറബുസ് സമാൻ, സമയത്തിന് വേഗത കൂടും. കാലം അടുത്തടുത്തുകൊണ്ടിരിക്കും. ഒന്നിനും സമയമില്ലാത്ത അവസ്ഥ. വേറൊരു ഹദീസിൽ കാണാം, ഇമാം അഹ്മദും തുർമുദിയും ഉദ്ധരിച്ച ഹദീസിൽ വിശദമായി, ലാ തഖൂമുസ് സാഅതു ഹത്താ യതഖാറബുസ് സമാൻ, അന്ത്യദിനം സംഭവിക്കുകയില്ല കാലത്തിന് വേഗത കൂടാതെ, കാലങ്ങൾ അടുത്തു വരാതെ. ഇത്രയും പറഞ്ഞിട്ട് നബി തങ്ങൾ വിശദീകരിച്ച് മനസ്സിലാക്കി തരികയാണ്. ഫതകൂനു സനതു കശ്ശഹരി വയകൂനു ശഹ്റു കൽ ജുമുഅതി വതകൂനുൽ ജുമുഅതു കൽ യൗമി വയകൂനുൽ യൗമു കസ്സാഅതി വതകൂനു സാഅതു കഹ്തിറാഖിൽ മുസ്ഇഫതി. കാലത്തിന് വേഗത കൂടും, കാലം അടുത്തു വരും, ഒന്നിനും സമയമില്ലാതെയാകും. ഫതകൂനു സനതു കശ്ശഹരി, ഒരു വർഷം ഒരു മാസം പോലെയാകും. എന്നുവെച്ചാല് ഒരു മാസത്തിന്റെ ദൈർഘ്യമേ ഒരു വർഷത്തിനുണ്ടാവുള്ളൂ. ഫതകൂനു സനതു കശ്ശഹരി, ഒരു വർഷം മാസം പോലെയാകും. ശരിയല്ലേ? കഴിഞ്ഞ കൊല്ലം ഉണ്ടായ ഒരു കാര്യം ഓർത്തു നോക്കൂ നിങ്ങൾ. അതിപ്പോ ഒരു കൊല്ലായ ഒരു മാസമായ മാതിരിയാ ഇപ്പൊ തോന്നുന്നത്. പറയുമല്ലോ നമ്മള്, ഇല്ലേ? പറയും നമ്മള്. വയകൂനു ശഹ്റു കൽ ജുമുഅതി, ഒരു മാസം ഒരു ആഴ്ച പോലെയായി മാറും. ഒരു ആഴ്ചയുടെ സമയമേ ഒരു മാസത്തിനുണ്ടാവുകയുള്ളൂ. വതകൂനുൽ ജുമുഅതു കൽ യൗമി, ഒരാഴ്ച ഒരു ദിവസം പോലെയാകും. വയകൂനുൽ യൗമു കസ്സാഅതി, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ ചുരുങ്ങും. വതകൂനു സാഅതു കഹ്തിറാഖിൽ മുസ്ഇഫ, റവാഹു അഹ്മദ് റഹിമഹുല്ലാഹ്. ഒരു മണിക്കൂർ ഒന്ന് തീ ഉരസി കത്തിക്കിടുന്ന അത്ര സമയം. തീ ഉരസിയാൽ, ഒരു തീപ്പെട്ടിക്കുള്ളി ഉരസിയാൽ അത് കത്തിക്കിടാൻ എത്ര സമയം വേണം? ഏതാനും നിമിഷങ്ങൾ, സെക്കൻഡുകൾ, അല്ലെ? ഇത്രയും സമയമായിരിക്കും ഒരു മണിക്കൂറിനുണ്ടാവുക, അല്ലെ? ഇപ്പൊ എന്റെ ഉമ്മാമയൊക്കെ പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് രാവിലെ എണീറ്റിട്ട് ഈ കാണുന്ന സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലത്ത് കിണറ്റിൽ നിന്ന് വെള്ളം മുക്കി, വസ്ത്രം കഴുകി, വീട് വൃത്തിയാക്കി, പാത്രങ്ങൾ കഴുകി, കുളിച്ച്, അതുപോലെ നെല്ല് കുത്തി കഞ്ഞി വെച്ച്, അരി കുത്തി പൊടിച്ച് പുട്ട് ചുട്ട്, ധാന്യങ്ങൾ അമ്മിയിലിട്ട് അരച്ചിട്ട് ചാറ് വെച്ച് ഒക്കെ കഴിഞ്ഞാലും ലുഹുർവാങ്കിന് ഇങ്ങനെ കാത്തു നിൽക്കണം. 10 മിനിറ്റ് കിടന്നാൽ പിന്നെയും ലുഹുർവാങ്കിന് കാത്തിരിക്കണം. ഇന്നിപ്പോ ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ സഹോദരിമാരുടെ പരാതി എന്താ? മഗ്രിബായാലും പണി തീരൂല, അല്ലേ? എന്താ പറ്റിയത്? സമയം അന്നത്തെ 24 മണിക്കൂറല്ലേ, ഇന്നത്തെ 24 മണിക്കൂറല്ലേ? അത് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നു, സമയത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുമെന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. യതഖാറബുസ് സമാൻ,
കാലത്തിന് വേഗത കൂടും, അതിവേഗം കാലചക്രം തിരിയുന്നതായിട്ട് അനുഭവപ്പെടും, സമയമില്ലാത്തതുപോലെ അനുഭവപ്പെടും. യതഖാറബുസ്സമാൻ. എന്നാൽ ശാസ്ത്രം പറയുന്നത് സമയത്തിന്റെ ബറക്കത്ത് കുറയുമെന്ന് മാത്രല്ല, സമയത്തിന്റെ ക്വാണ്ടിറ്റി തന്നെ കുറയും എന്നാണ്. ഇക്കാലത്തെ ശാസ്ത്രം പറഞ്ഞു, മുമ്പ് പണ്ട് കാലങ്ങളിൽ ഭൂമിയിലുണ്ടായ സമയത്തിൽ ഇന്ന് സമയത്തിൽ കുറവുണ്ട്. ഭൂമിയുടെ കറക്കത്തിന് വേഗത കൂടിയ കാരണത്താൽ 24 മണിക്കൂറിൽ നിന്ന് 2 മൈക്രോ സെക്കൻഡും ചില്ലറയും സമയത്തിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു. ശാസ്ത്രം പറയുന്നു ഈ കുറവ് കാലാന്തരങ്ങളിൽ കൂടുതൽ കൂടുതൽ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ടെന്ന് ആധുനിക സയൻസ് പറയുന്നു. അപ്പോ ഈ എണ്ണക്കണക്കിൽ തന്നെ ചുരുക്കം വരാം, അല്ലാതെ ഈ സമയത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടാം. ഒന്നാമത്തെ പ്രതിഭാസമായി നബി പറഞ്ഞത് കാലങ്ങൾ അടുത്തു വരും, കാലങ്ങൾ നമുക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് പറഞ്ഞത് വയുഖ്ബലൽ ഇൽം, മൂന്നാമത് പറഞ്ഞത് വതദ്ഹറുൽ ഫിതൻ, നാലാമത് പറഞ്ഞത് വയക്സുറുൽ ഹറജ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വിശദീകരിക്കണം. അന്ത്യദിനം കൊണ്ട് പറഞ്ഞാൽ എന്താ ഈ അന്ത്യദിനം ആകാത്തത് മുസ്ലിയാരെ? മരണം തുടങ്ങിയിട്ട് 1.5 കൊല്ലായി, ഇപ്പോഴും ഖിയാമത്ത് നാളിന് സംഭവിച്ചിട്ടില്ലല്ലോ. സംഭവിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം പ്രവചനങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോ ഇതിനൊക്കെ ഒരുപാട് പാഠങ്ങളും നമുക്ക് ബോധമുണ്ടാക്കാൻ പര്യാപ്തമായ നബിവചനങ്ങളാണ് ഇതൊക്കെ. വർത്തമാനകാലത്തെ ഇറാഖിന്റെ അവസ്ഥ, ഫലസ്തീനിന്റെ അവസ്ഥ, സൗദി അറേബ്യയുടെ അവസ്ഥ, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നാളെ നടക്കാൻ പോകുന്ന അവസ്ഥ ഇൻഷാ അല്ലാഹ് ആ പ്രവചനങ്ങൾ നമുക്ക് പഠിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആ മാർഗങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.